നമ്മുടെ നാട്ടിലെ ആൾക്കാർ രാജാവ് പോയിട്ട് പട്ടിയുടെ വില പോലും. ഒരു 2 ദിവസം മുമ്പേ ഞാൻ കൊച്ചിയിൽ പോയിരുന്നു. അപ്പോൾ കൊച്ചിയിൽ പോയപ്പോൾ തൃപ്പൂണിത്തറ അവിടെ ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര റഷാണ്, വണ്ടികളെ കൊണ്ട് ഭയങ്കര റഷാണ്. അപ്പോൾ സീബ്ര ലൈൻസ് ഉണ്ട്. അപ്പോൾ ഈ സീബ്ര ലൈനിൻ്റെ മുന്നിൽ ഒരു മുത്തശ്ശി അവിടെ നിൽക്കുക, ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വണ്ടികളാണ് തുരുതുരാ പോയോണ്ടിരിക്കുക, മഴയും പെയ്യുന്നുണ്ട്. ഒരു മനുഷ്യൻ പോലും വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഒരു 10-65 വയസ്സുള്ള മേലുള്ള സ്ത്രീയാണ്. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ആ സ്ത്രീനെ വേറൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കാം. ഒരാളും നിർത്തണില്ല. എന്നിട്ട് ഈ സ്ത്രീനെ കഷ്ടപ്പെട്ട്, ശരിക്കും പറഞ്ഞാൽ സീബ്ര ലൈൻ എന്താണെന്നറിയോ? സീബ്ര ലൈനിൽ ഒരു ആള് നിന്ന് കഴിഞ്ഞാൽ അവരെ രാജാവിനെ പോലെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയാ. വണ്ടി നിർത്തണം. നമ്മുടെ നാട്ടിലെ ആൾക്കാർ രാജാവ് പോയിട്ട് പട്ടിയുടെ വില പോലും കൊടുക്കാത്തൊരു സംഭവമാണ് ഈ സീബ്ര ലൈനിൽ ക്രോസിങ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സീബ്ര ലൈനിലൊക്കെ ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക. കാറിലൊക്കെ പോണ ആൾക്കാരാകുമ്പോൾ അവർക്ക് കാറ് വാങ്ങാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നടന്നു പോണേ എന്ന് ചിന്തിക്കുക. നിങ്ങൾക്കും ഉണ്ടല്ലോ നിങ്ങളുടെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടല്ലോ. ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇങ്ങനെ സീബ്ര ലൈനിൽ എത്തുമ്പോൾ ആരെങ്കിലും ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇറ്റ്സ് എ സിൻസിയർ റിക്വസ്റ്റ്.